എടി നീ എന്നാ ഭാവിച്ചിട്ടാണ് അവന്മാരെ തന്നെ അരൂരിലോട്ടൊക്കെ പറഞ്ഞു വിട്ടത്? എന്നാ ഭാവിച്ചിട്ട്? അത് പിന്നെ അരൂരല്ലേ അവരുടെ അമ്മ വീട്. അവിടെ ചെന്നിട്ട് അച്ഛനും അമ്മയോടൊക്കെ വിശേഷം തിരക്കാനാണ് അവന്മാരെ വിട്ടത്. ഇപ്പം നിങ്ങളെ വിടുവാണെങ്കിൽ തന്നെ രാത്രിയാവും വയലാറ് കവല കടക്കാനായിട്ട്. ഞാൻ പോവുകയാണെങ്കിൽ ബസ്സും ഓട്ടോയും വേണം. ഒന്നെങ്കിൽ ബസ് അല്ലെങ്കിൽ ഓട്ടോ. അതിൻ്റെ പൈസ കാര്യമൊന്നും കൊടുക്കാനാണ്. അതുകൊണ്ടാണ് അവന്മാരെ വിട്ടത്. അവന്മാർ ഇച്ചിരി സ്പീഡിൽ വണ്ടി ഓടിക്കുക. അതുകൊണ്ടാണ് അവന്മാരെ വിട്ടത്. എന്താവും? അങ്ങനെ അവന്മാരെ പോയി പെട്ടിട്ട് വരട്ടെ, അപ്പോൾ കാണാം. ഡേ ഇത് സ്ഥലമാണ്. ഇത് മൊത്തം കാടൊക്കെയാണല്ലോ. അയ്യോ, ഡേ ഞാൻ ഗൂഗിൾ മാപ്പിലാണെന്ന് ചോദിച്ചാണ്. ഏത് സ്ഥലമാണിത്? മൊത്തം കാടൊക്കെയാണല്ലോ. ആലപ്പുഴ ജില്ല തന്നെയാണോ ഇത്? ഓ, ചോദിച്ചടേ. നോക്കാം. ഹേയ് ഗൂഗിൾ, ഇനി എങ്ങോട്ടേക്കാളി പോവേണ്ട? Go to front and turn right. ഫ്രണ്ടിലോട്ട് പോയാൽ ഒരു മുട്ടം കുറ്റിക്കാട്, അങ്ങോട്ട് പോയാൽ കായൽ. എങ്ങോട്ട് പോകണ ഇനി? ഞാൻ അടിച്ച് പൊട്ടിക്കും. ഇനി വഴി ചോദിച്ച് ഇങ്ങോട്ട് പോവാ. ഞാൻ ഒഴിക്കാതെ നിനക്ക് വഴി കാണിച്ച് തരുകയില്ല. ഗൂഗിൾ വരെ ആക്കാൻ തുടങ്ങിയത്. ഇത് ഏത് സ്ഥലമാടാ? അത് നീ ഒരു കാര്യം ചെയ്യും, നീ അമ്മയെ വിളിച്ച് പറഞ്ഞ എങ്ങനെ ഇടുന്ന് രജിസ്റ്റർ മതി. അയ്യോ, ചോദിക്കാം. ഹലോ അമ്മേ. ഹലോ മക്കളെ, നിങ്ങൾ എവിടെ എത്തിയടാ? അമ്മ ഒന്നും അറിഞ്ഞൂടെ. ഏതോ ഒരു കുറ്റിക്കാടിലാണമ്മ. ആരെങ്കിലും വിട്ട് ഞങ്ങളെ രക്ഷിക്ക്. കുറ്റിക്കാടില്ല? നിങ്ങളൊരു കാര്യം ചെയ്ത്, നിങ്ങൾ ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് തിരിച്ചു പോവാ എങ്ങനെയെങ്കിലും. ഇവിടെ മൊത്തം കുറ്റിക്കാടായതുകൊണ്ട് ബൈക്ക് കയറാത്തതുകൊണ്ട് 10 കിലോമീറ്റർ അപ്പുറത്ത് ബൈക്ക് പാർക്ക് ചെയ്ത് ഞങ്ങൾ നടന്നു വരും അമ്മ. ഇനിയിപ്പോൾ ബൈക്ക് എടുക്കാനായിട്ട് റിവേഴ്സ് അടിച്ച് പോകണം. വഴിയും മറന്നുപോയി ഞങ്ങൾ. ആരെങ്കിലും വീട്ടിൽ ഞങ്ങളെ രക്ഷിക്കമ്മേ. ഇത് ഏത് സ്ഥലമാണോ ദൈവമേ? അയ്യോ, ഇവന്മാരെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ബസ്സിൽ പോയാൽ മതി. മക്കളെ ഒരു കാര്യം ചെയ്യും, ഞാൻ അച്ഛനോട് എങ്ങനെയെങ്കിലും പറയാം കേട്ടാ. അവിടെ നിൽക്ക്. പിന്നെ എവിടെയെങ്കിലും മറ്റേ ബോർഡിൽ സ്ഥലപ്പേര് വല്ലതും കാണുകയാണെങ്കിൽ വിളിച്ച് പറയണം കേട്ടോ. അപ്പം തന്നെ. ശരി. അപ്പം അവന്മാർ പോയി പെട്ട്. ഞാൻ പറഞ്ഞില്ല. അതിപ്പോൾ എനിക്ക് അവരെവിടെയാണ് നിൽക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ബസ്സിൽ ഓട്ടോയിലൊക്കെ പോയി അവന്മാരെ വിളിച്ചുകൊണ്ട് വന്നേ. അപ്പം നിങ്ങളെ വിടുവാണെങ്കിൽ തന്നെ അതിനേക്കാളും നല്ലത് അവന്മാർ നടന്നു വരണം. അമ്മാതിരി ഡ്രൈവിങ്ങല്ലേ നിങ്ങളവിടെ കാട്ടുന്നത്. എടി നീ എന്നെ അങ്ങനെ കൊച്ചാക്കണ്ട. എൻ്റെ ശരിക്കുള്ള ഡ്രൈവിങ് നീ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം വയസ്സായതുകൊണ്ടാണ്. പണ്ടൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യണം കാണണമായിരുന്നു. ഭയങ്കര വലിയ ഉസൈൻ ബോൾട്ടിനേക്കാളും വലിയ സ്പീഡിലുള്ള ഡ്രൈവിംഗ് ആയിപ്പോഴാണ് നിങ്ങളത്. അപ്പോൾ അവിടുന്ന് ബെഡായി അടിക്കും. ബെഡായൊന്നും അല്ലടി, നീ കണ്ടോ. ഒരു സമയം വരും എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് തെളിയിക്കാനുള്ള സമയം. നീ നോക്കിയിരുന്നു. ഞാൻ തന്നെ പോവാം അവന്മാരെ വിളിക്കാൻ. നീ കണ്ടോ. ഇവിടെ ഒരു സ്ഥലപ്പേര് വെച്ചിരുന്ന ബോർഡ് ഒന്ന് വായിച്ചടിയത്. അരൂര് 18 കിലോമീറ്റർ. അരൂരാടാ 18 കിലോമീറ്റർ അരൂരിലെത്തും. പക്ഷെ ഈ കാടെങ്ങനെയാ? അല്ലടാ, ഇത് നീ ഒന്നിടന്ന് വായിച്ചേ. അരൂരിലെ ആദ്യത്തെ 6 നീ വായിച്ച തെറ്റല്ലേ? ഡി അല്ലേ അത്? അടൂർ, പത്തനംതിട്ട ജില്ല. നമ്മളിപ്പോൾ പത്തനംതിട്ടയിലാടാ നിൽക്കണത്. പത്തനംതിട്ട ജില്ലയാ? ഞാനൊന്ന് അമ്മേനെ വിളിച്ച് ചോദിക്കട്ടെ. ഹലോ അമ്മ, സ്ഥലം കിട്ടി. കിട്ടിയാടാ? അങ്ങനെങ്കിൽ ഏതാ സ്ഥലപ്പേരേതാ പറ. അമ്മ, ഞങ്ങൾ അടൂര് പത്തനംതിട്ട ജില്ലയിലാണമ്മ. ഞങ്ങൾ ആരെങ്കിലും ഇട്ട് രക്ഷിക്കാവാ.
അച്ഛനെ പറഞ്ഞിടുക, എങ്ങനെയെങ്കിലും അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞിടുമ്മ. പത്തനംതിട്ട ജില്ലയിലാ? അയ്യോ, എൻ്റെ പൊന്നും മുണ്ടന്മാരെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനെ എങ്ങനെയെങ്കിലും വിടാം. പിന്നെ ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ അക്കൗണ്ടിലോട്ട് ഇച്ചിരി പൈസ അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് വല്ലതും മേടിച്ച് വയ്ക്കുന്നത്. അച്ഛൻ ഇനി അങ്ങോട്ട് വരുമ്പോൾ രാത്രി കഴിയും കേട്ടാ. ശരി അമ്മ, ഫുഡ് കഴിക്കാൻ പൈസ ഇട്ടിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും പോയി ഫുഡ് ഉണ്ടാന്ന് തിരക്കിയിട്ട് വരാം. വാ എടി, സൂക്ഷിച്ചിരിക്കണം. ഞാൻ പോയിട്ട് വരാം. നീയൊക്കെ നോക്കോ, 10 മിനിറ്റുള്ളിൽ ഞാൻ അടൂരല്ല ശബരിമലയിൽ വരെ പോകും. നീ കണ്ടോ? ശരി, വാ, ബൈ ബൈ. എത്തിയാ മതിയായിരുന്നു. അതാരാണ്? മക്കളെ, നിങ്ങൾ വന്നടാ. അമ്മേ, ഞങ്ങൾ കഷ്ടിച്ച് ബൈക്ക് കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയോ ഏതോ ഒരു കേട്ടോണ്ട് വഴി വെച്ച് ഞങ്ങൾ ഇവിടെ വന്ന അവസാനം. അല്ല, അച്ഛനെവിടെ? അച്ഛനാ? ഞങ്ങൾ ബൈക്കൊക്കെ കണ്ടുപിടിച്ചിട്ട് തന്നെ ഇങ്ങോട്ട് വന്നു. ഞങ്ങളോർത്തു അച്ഛൻ പഠിച്ചിട്ട് അച്ഛൻ തിരിച്ചു പോയത്. ഞങ്ങൾ തന്നെ അച്ഛനാണെന്ന് ഇവിടെ അച്ഛനൊന്നുമില്ല. ഹലോ മനുഷ്യ, നിങ്ങളെവിടെയാ? എടി, പിന്നെ ഞാൻ എവിടെയാന്ന് ചോദിക്കുവാണെങ്കിൽ, എടോ ഈ സ്ഥലം അമ്പി ഇങ്ക പ്ലേസ് എന്താ പഴനി, അങ്ക മല എന്താ പഴനിമല. എടി, ഞാൻ പഴനിമലയുടെ അടുത്തായിട്ടുണ്ട്. നീയേ ഒരു ട്രെയിൻ ബുക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടൊന്ന് വരുമോ എന്നെ കുറ്റിക്കൊണ്ടു പോകാനായിട്ട്? ശബരിമല എന്ന് പറഞ്ഞ് പോയതാ, ഇപ്പൊ പഴനിമലയിലായി.